ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കഥകളൊന്നും നാളത്തെ ദിവസവും ഇല്ല കേട്ടോ. എന്നാലും നമ്മുടെ ചാനലിലൂടെ പ്രമോസ് പല എപ്പിസോഡുകളിൽ വരാനിരിക്കുന്ന ട്വിസ്റ്റൊക്കെയുള്ള പല പല കഥകൾ നമ്മുടെ ചാനലിലൂടെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശിൻ്റെയും നയനയുടെയും എപ്പിസോഡിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നാളെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ആദർശ് പുറത്താക്കാൻ ശ്രമിച്ചു. അച്ഛൻ വാശി പുറത്ത് നയനെ അകത്തേക്ക് കയറ്റുകയൊക്കെ ചെയ്തെങ്കിലും നയന ചെന്നൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം വേറൊരു പെൺപിള്ളേരാണെങ്കിൽ ഇതുപോലെ ആദർശിനോട് ചെന്ന് സംസാരിക്കില്ലായിരുന്നു. കാരണം ഇത്രയധികം ഒരു ക്രൂരത പോലെ കാണിച്ചാണ് തന്നെ പുറത്താക്കി. മഴയത്ത് നിന്ന് നനഞ്ഞപ്പോൾ പോലും ഒന്ന് വിളിക്കാൻ പോലും വന്നില്ല. ഈ ആദർശിനെ ഇതുപോലൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോയത് പോലും അതുപോലും ഓർക്കാതെയാണ്, ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാതെ അവൻ ഈ ചെയ്ത ക്രൂരത ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല, കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അനുഭവിച്ച നവിക്ക് ബാക്കിയുള്ള പ്രേക്ഷകരുടെയൊക്കെ അഭിപ്രായത്തിൽ നയന കുലസ്ത്രീ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും നയനയുടെ ഈ താന്നുകൊടുക്കലൊന്നും പല പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സെൽഫ് റെസ്പെക്റ്റോടു കൂടി നിൽക്കേണ്ടടുത്ത് നിൽക്കുക. അത് കുറേ കഴിയുമ്പോഴത്തേനും നമ്മുടെ അരികിലേക്ക് വരാനുള്ളതാണ്, നമ്മുടെ അരികിലേക്ക് തന്നെ വരും. ആ ഒരു രീതിയിൽ, ആ ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോവുക, ഇതാണ് പ്രേക്ഷകരുടെയൊക്കെ അഭിപ്രായം. എന്തായാലും നമ്മുടെ നയന കല്യാണിയുടെ മറ്റൊരു പതിപ്പാണ് എല്ലാത്തിനും. എന്നാലും കല്യാണി കുറച്ചുകൂടെ ബോൾഡാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ നയനയും ബോൾഡൊക്കെ തന്നെയാണ്. പക്ഷേ ആദർശിന് മുമ്പിൽ ഈ ഒരു തോറ്റു കൊടുക്കൽ അത്ര ശരിയായില്ല എന്നത് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ സങ്കടപ്പെട്ട് കല്യാണിക്ക് കിട്ടിയൊരു ഭാഗ്യം എനിക്കില്ല, എന്തിനും കൂടെ താങ്ങി നിൽക്കുന്നൊരു ഭർത്താവിനെ മാത്രം എനിക്ക് ദൈവം തന്നില്ല എന്നൊക്കെ ആകെ സങ്കടത്തോടു കൂടി നയന ഇങ്ങനെ സ്വയം ഓർക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട് നയന പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ വീണ്ടും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ആദർശിൻ്റെ മനോഭാവം അതുതന്നെയാണ് കേട്ടോ. ഇതേ സമയം ഭാര്യയോട് രണ്ടെണ്ണം പറയാൻ തന്നെ തീരുമാനിച്ച ജയപാലൻ. അപ്പോൾ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജയപാലനകത്തേക്ക് പോയി ഡ്രസ്സൊക്കെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴും ഇവിടെ വീർപ്പിച്ച് കൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ദേവയാനി വീർപ്പിച്ച് കെട്ടി നിൽക്കുകയാണ്. എന്തായാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല, എന്നെ അപമാനിക്കുന്നതിന് തുല്യമായി പോയില്ലേ, എന്നെ ഇൻസൾട്ട് ചെയ്ത അവളെ ഇവിടെ തിരികെ കയറ്റി കഴിഞ്ഞപ്പോഴും അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന രീതിയിൽ, തല്ലുമെന്ന രീതിയിലൊക്കെ നിങ്ങൾ സംസാരിച്ചില്ലേ, എന്തായാലും അതൊന്നും അത്ര ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരികളാണ് ഞാനവിടെ പ്രവർത്തിച്ചത്, നിൻ്റെ ശരിയല്ല എൻ്റെ ശരി. കാരണം നമ്മൾ രണ്ടും രണ്ട് വ്യക്തികളാണ്. നീ എപ്പോഴും ശത്രുവിനെ പോലെ നയനെ കാണുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്, അതിൻ്റെ ആവശ്യം എന്താണ്? ആ പെൺകുട്ടി നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല, നിൻ്റെ മകൻ്റെ ഭാര്യയാണ്. ആ ഒരു രീതിയിൽ തന്നെ നീ കാണുക. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, ഒരിക്കലുമില്ല, എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, ഒരിക്കലും എൻ്റെ മകനോ അവളെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ മകന് ഭാര്യയായിട്ട് അവളെ അംഗീകരിക്കാൻ പറ്റാത്തിടത്തോളം കാലം ഞാൻ എന്താണ് അവളെ മരുമകളായിട്ട് അംഗീകരിക്കണം? അതുകൊണ്ട് ഞാൻ അവളെ മരുമകളായിട്ട് അംഗീകരിക്കുകയില്ല. ഇനിയാണെങ്കിൽ പോലും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരവസരവും ഞാൻ പാഴാക്കുകയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നിന്നോട് ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അച്ഛനും ഞാനും ഒക്കെ തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് പൂർണ്ണമായിട്ടും ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടും, പിന്നെ നിങ്ങളുടെയൊക്കെ ഭാഗത്ത് അഭിപ്രായങ്ങൾ ശരിയാണ് എങ്കിൽ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എങ്കിൽ അത് തിരുത്താനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ന്യായത്തിൻ്റെയും നീതിയുടെയും വശത്തു നിന്നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടിൻ്റെ പുറത്താകുന്നത് നയനയായിരിക്കില്ല, നീയായിരിക്കും. നിൻ്റെ ഇതേ മനോഭാവം തന്നെയാണ് നിൻ്റെ മകനോടും മരുമകളോടും നിനക്ക് തുടരാൻ ഉദ്ദേശമെങ്കിൽ നമ്മൾ തമ്മിൽ ഇനിയൊരു റിലേഷനും ഉണ്ടാകില്ല, പടിക്ക് പുറത്താകും. ഈ അനന്തപുരി തറവാട്ടിൽ നീ എന്ന മരുമകളില്ല എന്ന രീതിയിൽ നീ എന്ന എൻ്റെ ഭാര്യയെ, നിൻ്റെ മകൻ അവൻ്റെ ഭാര്യയെ പുറത്താക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയെ പുറത്താക്കിക്കൂടാ? എന്തായാലും ആ ഒരു രീതിയിലേക്കാണ് നിൻ്റെ പോക്കെങ്കിൽ, ഇനിയും നീ നയനയോട് കൊമ്പ് കോർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എനിക്കൊന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോവുക. അവൾ കാരണം എൻ്റെ കെട്ടിയവൻ പോലും എന്നോട് വെറുത്ത് തുടങ്ങി. എൻ്റെ കെട്ടിയവൻ പോലും എന്നോട് ഇതുവരെ കയർത്ത് സംസാരിച്ചിട്ടില്ല, എൻ്റെ കെട്ടിയവൻ ഈ രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല, താക്കീത് തന്നിട്ടില്ല. അതൊക്കെ ചെയ്താൻ കാരണം അവൾ തന്നെയാണ്, അവളുടെ പൂങ്കണ്ണീര് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഈ ദേവയാനി ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ ഓർത്തുകൊണ്ട് നിന്നപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജലജ പറഞ്ഞു, എൻ്റെ പൊന്നു ഏട്ടത്തി വല്ലാത്തൊരു കുടുക്കിലാട്ടോ പെട്ടിരിക്കുന്നത്. അവളെല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. കൃത്യസമയത്ത് വരാനുണ്ടായ ഒരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ അവൾ പോയേനെ. എന്തായാലും ഏട്ടത്തിയുടെ ദുർവിധി, അല്ലെ ഏട്ടത്തിയുടെ മോൻ്റെയും ദുർവിധി, അല്ലാതിപ്പോൾ എന്ത് പറയാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ രക്തം ചൂട് പിടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ?
ഒന്നാമത് എനിക്ക് ദേഷ്യം വന്ന് നിൽക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ നിന്ന് ഓടിക്കുകയാണ് ദേവയാനി. അപ്പോൾ മുത്തശ്ശൻ്റെ അരികിലേക്കാണ് കേട്ടോ നേരെ ഈ ജയബാലൻ പോയത്. അതായത് നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്കാണ് പോയത്. എന്തായാലും അച്ഛൻ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് സമയത്തിന് വരാൻ പറ്റിയതും ഈ വീട്ടിൽ നടന്ന ഒരു അന്യായം എനിക്ക് എതിർക്കാൻ പറ്റിയതും. അല്ല, എന്തു പറ്റിയ അച്ഛനൊന്നും മിണ്ടാതിരുന്നത്? അച്ഛൻ എതിർത്ത് സംസാരിക്കുന്നതും അച്ഛനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നോട്ട് പോകുന്നതും ആയിരുന്നില്ലല്ലോ, പിന്നെ എന്തു പറ്റി? അപ്പോൾ ഇവിടെ അതിനൊരു മാറ്റം വരുത്താമെന്ന് വെച്ചിട്ട് തന്നെയാണ്. കാരണം എപ്പോഴും എന്നെ ഭയന്നിട്ട് നയനയെ സ്നേഹിക്കുന്നൊരു ആദർശിനെയല്ല, എൻ്റെ കൊച്ചുമോനെയല്ല. കൊച്ചുമോൻ്റെ ഭാര്യയെ കൊച്ചുമോൻ സ്നേഹിക്കേണ്ടത് എന്നെ ഭയന്നിട്ടല്ല, അല്ലാതെ തന്നെ അവളുടെ വേർപാട് അവന് വിഷമമുണ്ടാക്കുന്ന ഒന്നാവണം. അത് കഴിയുമ്പോഴാണ് ആദർശിന് അവളുടെ ആ മിസ്സിങ് ഫീൽ ചെയ്താൽ മാത്രമേ ആദർശിന് അതിനോട് അടുക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ദേവയാനി ഇങ്ങനെ കയറി കളിക്കുന്നത് വളരെ മോശം തന്നെയാണ്. തോറ്റു കൊടുക്കേണ്ടടുത്ത് തോറ്റു കൊടുക്കുക തന്നെ വേണം. ഒന്ന് താണു കൊടുത്തെന്ന് ഓർത്ത് ദേവയാനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? താണു കൊടുക്കലല്ലോ, ആ കൊച്ച് എന്തോരം കഷ്ടപ്പെടുകയും എന്തോരം താഴ്ന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും സമ്മതിക്കത്തില്ല. അവൾ ആകെ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛനെയും അമ്മയും സഹായിക്കാൻ പോയതാണ്. അതൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊട്ട് അംഗീകരിക്കുകയും ഇല്ല. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാനതൊട്ട് അംഗീകരിക്കുകയും ഇല്ല എന്ന് മുത്തച്ഛൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും എന്തായാലും അവൾക്ക് ഞാൻ താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇനി അവളുടെ ഭാഗത്തു നിന്നൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്, അത് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല, മനസ്സാലെ നയനയെ സ്വീകരിക്കണം. അതിന് ആദർശ് ആദ്യം അവളെ സ്വീകരിക്കണം. ആ പെങ്കൊച്ചിൻ്റെ ഈ കഴിവുകളും അതുപോലെ തന്നെ മഹിമയും ഗുണവും സ്വഭാവശുദ്ധിയും ഒന്നും ഈ ആദർശിന് കാണാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ അവൻ അമ്മയോടുള്ള സ്നേഹത്തിൽ അവൻ അന്ധനായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ, അല്ലാതെ നയനയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അവന്മയോ അതിലുപരിയായിട്ട് ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മുടെ ജയബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഈ നമ്മുടെ കനകയും ഗോവിന്ദനും കൂടി തിരികെ വൃന്ദാവനത്തിലേക്ക് ചെല്ലുക. അത് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദു അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളിതെവിടെ പോയതായിരുന്നു? ഞാൻ വീട്ടിൽ വന്നപ്പോൾ പേടിച്ച് പോയിട്ടോ, രണ്ടുപേരെയും കാണാനില്ല, വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല, എന്താ സംഭവിച്ചത്? എവിടെ പോയതാ ഈ രാത്രിയിൽ? അച്ഛനെന്തെങ്കിലും വയ്യായിക വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നടന്ന കാര്യങ്ങൾ കനക ഇങ്ങനെ പറയുകയാണ്. നയനേച്ചി പുറത്തിറക്കി വിട്ടെന്നോ, എന്തിനാണ് പിന്നെ അവിടെ നയനേച്ചി നിർത്തിയിട്ട് പോകുന്നത്? നയനേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാറുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഞാൻ ചെന്ന് ചോദിക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദു വയലൻ്റ് ആവുകയാണ്. അപ്പോഴേക്കും വേണ്ട മോളെ, ഞങ്ങൾ പോരാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും ആദർശമോൻ്റെ അച്ഛൻ വന്നു. ആരൊക്കെ കാല് പിടിച്ചു കഴിഞ്ഞാലും ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത സ്ഥിതിക്ക് നയനേച്ചി അവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അല്ല, നവ്യേച്ചി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം നവ്യ അവിടുത്തെ പെൺകുട്ടിയായിട്ട് നയന ചെയ്തത് തെറ്റാണെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും നവ്യെ കൂട്ടാക്കുന്നില്ല. ആ ഒരു വീട്ടിലേക്ക് നവ്യ കയറി ചെല്ലാൻ കാരണം തന്നെ നയനയാണെന്നുള്ള പോലും പൂർണ്ണമായിട്ടും അവൾ മറന്നിരിക്കുന്നു. അവൾ വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നത് പോലെയാണ് നവ്യമോള് കാണിക്കുന്നതൊക്കെ. നവ്യമോള് എൻ്റെ പൊന്നു, എന്തായാലും അവിടെ ചെന്നൈപ്പിന് ഈ നവ്യേച്ചി അങ്ങോട്ടേക്ക് ചെന്നൈപ്പിനെയാണ് നയനച്ചയുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നവ്യേച്ചി അവിടെ നിന്ന് പുറത്താക്കുക വേണ്ടത്, അതായിരുന്നു. എന്തായാലും അവരെ വിളിച്ചുകൊണ്ട് വരാൻ പാടില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ സമ്മതിക്കില്ല. എന്തായാലും ആദർശ് അങ്ങനെയൊക്കെ ചെയ്തതിന് പിന്നിൽ ഒരുപക്ഷെ അമ്മയോടുള്ള സ്നേഹമായിരിക്കാം. അതെന്തായാലും ആവട്ടെ, വാ മോള് വാ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇത് എനിക്ക് കേട്ടിട്ട് രക്തം തിളയ്ക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നയന വന്ന സമയത്ത് ആദർശ് അവിടെ ഉണ്ട് കേട്ടോ. ആദർശിനോട് നയന സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുക. അങ്ങനെ ആദർശിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് നയന എന്നോട് പിണക്കമാണെന്നൊക്കെ എനിക്കറിയാം, എന്തായാലും എൻ്റെ ഈ തെറ്റ് പൊറുക്കാൻ പറ്റില്ല എന്നും എനിക്കറിയാം. ഞാൻ അമ്മയോട് കയർത്ത് സംസാരിച്ചത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്, പക്ഷേ സങ്കടം വന്നിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ ഇടയായത് എന്നൊക്കെ നയന ഇങ്ങനെ പറയാണ് അവനോട്. ഇതിനു മുമ്പാണെങ്കിലും എന്നിൽ നിന്ന് അകന്ന് നടക്കുന്ന സമയത്ത് എന്നോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പം എന്നോട് വെറുപ്പാണ്. ആ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു അംശം പോലും ആ മനസ്സിലില്ല എന്നും എനിക്കറിയാം. എൻ്റെ തെറ്റ് തന്നെയാണെല്ലാം, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്നെ ഒരു മനുഷ്യനായിട്ടെങ്കിലും കണ്ട്, എന്നെ ഒരു ജസ്റ്റ് ഫ്രണ്ടായിട്ടാണെങ്കിലും കണ്ടാൽ മതി, ഭാര്യയായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. എൻ്റെ തെറ്റ് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവളെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എനിക്ക് വേണ്ടത് സ്വസ്ഥതയാണ്, നീ എന്നോട് നീ സംസാരിക്കണ്ട എന്ന് ആദർശ് ദേഷ്യത്തോടെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നയന വീണ്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ കാണുന്ന ഒരു സംഭവത്തിലേക്ക് എൻ്റെ കൈ ഒരൊറ്റ ഇടിയാണ്. ആദർശ് ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ടോ എൻ്റെ മുമ്പിൽ നിന്ന്
എന്നും പറഞ്ഞിട്ട് അവൻ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ കൈ മുറിയൊക്കെ ചെയ്തു. അത് അവൾ എന്നിട്ട് രാത്രിയിൽ ആദർശ് അവിടെ പോയി കിടക്കണം. അപ്പോൾ കൈ മുറിഞ്ഞതിൻ്റെ ഒരു പെട്ടെന്നുണ്ടായതിൻ്റെ ഒരു ഷോക്കും ഒരു ക്ഷീണമൊക്കെ അവന് തോന്നും. അവളത് കൈ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. പിറ്റേ ദിവസം അവൾ കൈ കെട്ടി വെച്ചേക്കുന്നത് കൊണ്ടിട്ട് അവൻ അതിലും വലിയ കലി. ആ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി യു അഗെയിൻ. താങ്ക് യു.